ഇപ്പോൾ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കുറേ അസ്വസ്ഥതകൾ, അവിടെ ഇവിടെ സംസാരം, ഇതൊക്കെ ഉണ്ടാവും. അത് വലിയ കാര്യമാക്കാനില്ല. എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ഈ തോൽവി ഒരു അനാഥനാണ്. വിജയം അവകാശപ്പെടാൻ ഒരുപാട് പേരുണ്ടാകും. തോൽവി എൻ്റേതല്ല, അത് വായുത്തിൻ്റെയാണ്, ഞാനല്ല. ഇത് മനുഷ്യ സ്വഭാവമാണ്. അവൻ തോറ്റു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് കുറ്റം പറയും, ഇയാളാണ് അയാളാണ്, മറ്റേയാളായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടിയേനെ. അതിന് ഏറ്റവും ഭംഗിയായ ഉത്തരം പറഞ്ഞത് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദ്യം. സുരേന്ദ്രൻ പറഞ്ഞു, കുറേ നാളായി നിങ്ങൾ ഈ ശോഭാ സുരേന്ദ്രനെ വെച്ച് ഉപദ്രവിക്കുന്നു, ഇത് ഇനിയെങ്കിലും നിർത്ത്. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യം എന്താ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ നിർത്തിയിരുന്നെങ്കിൽ വോട്ട് കൂടുമായിരുന്നു. കൂടിയില്ല എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് പറഞ്ഞാനെ? അപ്പോൾ ഇതെല്ലാം ആർക്കാ സ്പെക്കുലേറ്റ് ചെയ്യാൻ വയ്യാത്തത്? പാലക്കാട് TG മോഹൻദാസ് മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു ആർക്കും എനിക്ക് വേണമെങ്കിൽ പറയാം, ആർക്കും പറയാം. ഇവൻ്റ് കഴിഞ്ഞല്ലോ, സംഭവം കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ BJPയിലൊരു പൊട്ടിത്തെറി, നേതൃമാറ്റം, ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അവർ നിരാശരാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. BJP അങ്ങനെ പെട്ടെന്നൊന്നും നേതൃമാറ്റമൊന്നും നടത്തുന്ന കക്ഷിയല്ല. ഇതിലും അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നിട്ട് സുരേന്ദ്രനെ മാറ്റിയിട്ടുമില്ല. സുരേന്ദ്രനോട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മമതയുണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ പാർട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഒന്ന് തോറ്റു എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാളെ അങ്ങ് ഉപേക്ഷികളായി അയാളുടെയാണ് മുഴുവൻ ഉത്തരവാദിത്വവും. അതും സുരേന്ദ്രൻ ഏറ്റെടുക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ. ആർക്ക് എവിടെ എന്ത് വീഴ്ച പറ്റിയാലും കൂട്ടായ പരിശ്രമമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സംസ്ഥാന പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെയാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി, എൻ്റെയാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. എല്ലാം പരിശോധിക്കാം. ഈ പറഞ്ഞ വിമർശനങ്ങൾ, അകത്തുനിന്ന് ഉയർന്ന വിമർശനങ്ങൾ, ഇതൊക്കെ പരിശോധിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ തോൽക്കുമ്പോൾ ഒരു ഗ്രേസ് വേണമല്ലോ. തോൽക്കുമ്പോൾ EVMനെ കുറ്റം പറയുക, അല്ലെങ്കിൽ വേറൊരാളെ കുറ്റം പറയുക, മറ്റേയാൾ പറഞ്ഞത് കേട്ടില്ല, ഇയാൾ ഉറങ്ങിപ്പോയി, ഇതൊന്നും സുരേന്ദ്രൻ പറയുന്നില്ല. പാലക്കാട് തോറ്റെന്ന് പറയുക, തോറ്റത് പാലക്കാടാണ്, തോറ്റത് പാലക്കാടാണ്, BJP അല്ല എന്ന് പറയും. ഇതുപോലത്തെ നമ്പറിനൊന്നും പോവാതെ സത്യസന്ധമായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ആ തോൽവി അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഹിമന്ത ബിശ്വ ശർമ്മ ജാർഖണ്ഡിലും ചെയ്തു. ജനവിധി മാനിക്കുന്നു, ഞങ്ങൾക്കിതിൽ പരാതിയൊന്നുമില്ല. ഫൈൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കാം. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ജനാധിപത്യത്തിൽ. അല്ലാതെ ജയിച്ച ആളിനെ കുറ്റം പറയുക, EVMനെ കുറ്റം പറയുക, ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് മര്യാദയല്ല. അതിലൊരു ഗ്രേസ് ഉണ്ടാവണം പ്രതികരണത്തിൽ. അത് സുരേന്ദ്രൻ കാണിക്കുകയും ചെയ്തു.